ഹായ് ഗൈസ്, ഇങ്ങനെ ഇരുന്നപ്പോൾ പിസ്സ ഉണ്ടാക്കുന്നിടത്ത് അതിനകത്തോട്ട് ഈസ്റ്റ് ഇട്ട് മാറ്റി വെക്കണം. പിന്നെ ചിക്കനകത്തോട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, മുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ അത് ചിക്കനകത്ത് എല്ലാം ആവുന്ന രീതിയിൽ അത് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറിന് മുകളിൽ ഞാൻ മാറ്റി വെച്ചു. എന്നിട്ട് ആ ഈസ്റ്റ് പൊങ്ങി വന്നല്ലോ, അതിനകത്തോട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ട് അത് കുറേ 1.5-2 മണിക്കൂർ മുകളിൽ ഞാനത് മാറ്റി വെച്ച് അത് പിന്നെ മിക്സ് ചെയ്ത് ഞാൻ മാറ്റി വെച്ച് കുറച്ച് ഓയിലൊഴിച്ച് ചിക്കൻ വറക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ച്. പക്ഷെ എൻ്റെ ചിക്കൻ നല്ലപോലെ മൂത്തുപോയി. അത്രയും മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും ഓവനിലോട്ട് അത് വെക്കും, അപ്പം പിന്നെ അത് മൂക്കുമല്ലോ ചിക്കൻ. അത്രയും മൂക്കേണ്ട ആവശ്യമില്ല. ഒരു കടിക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും മൂത്താൽ മതി. എന്നിട്ട് ഞാൻ ആ മാവ് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പരുവാകുമ്പോൾ എടുക്കണം. എന്നിട്ട് കയ്യിൽ കുറച്ച് ഓയിലൊഴിച്ചിട്ട് അത് നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അകത്തേക്ക് മടക്കുന്ന രീതിയിലെടുത്ത് മാറ്റി വെക്കണം. എന്നിട്ട് രണ്ടായിട്ട് മുറിച്ച് രണ്ടായിട്ട് മുറിക്കണമെങ്കിൽ മുറിക്കാം, വേണ്ടെങ്കിൽ വേണ്ട. എനിക്ക് ചെറിയ പിസ്സ മതിയായിരുന്നു. അങ്ങനെ ഞാൻ രണ്ടായിട്ട് മുറിച്ച് അതിനകത്തോട്ട് കുറച്ച് തരിയുള്ള പുട്ടുപൊടിയോ ഇല്ലെങ്കിൽ റവ ഇല്ലേ, അതിലേതെങ്കിലും ജസ്റ്റ് ഒന്ന് ഇടണം. എന്നിട്ട് ഞാൻ ചെയ്ത മണ്ടത്തരം എന്ന് വെച്ചാൽ രണ്ട് അപ്പുറവും ഇപ്പുറവും വരണമായിരുന്നു. അത് ഞാൻ അങ്ങനെ ചെയ്തില്ല. പിന്നെ ചെറുതായിട്ട് പുള്ളി ചെയ്ത് വലിച്ച് നീട്ടി അങ്ങനെ അത് ഇങ്ങനെ ആക്കി ആ രീതിയിൽ തന്നെ ആക്കി പതിയെ ചെയ്താൽ മതി. ഞാൻ സ്പീഡ് കൂട്ടിയതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്പീഡ് കൂട്ടിയായിട്ട് തോന്നുന്നത്. എന്നിട്ട് ഞാൻ ആ ട്രെയിലോട്ട് മാറ്റി. നിങ്ങൾക്ക് എന്തുമാത്രം വലുപ്പം വേണോ അത്രയും രീതിയിലാക്കണം. പക്ഷെ എൻ്റെ റൗണ്ടാവാനുള്ള എനിക്കങ്ങനെ ആദ്യമായിട്ട് ട്രൈ ചെയ്യണം, അപ്പം അത്രയായില്ല. പിന്നെ ഫോർക്ക് കൊണ്ട് പതിയെ കുത്തണം. അത് സ്പീഡ് കൂടിയെന്ന് എനിക്ക് തോന്നുന്നു. പതിയെ കുത്തണം. പിന്നെ പിസ്സ സോസ് നമുക്ക് വീട്ടിൽ റെഡിയാക്കാം, ഇല്ലെങ്കിൽ നമുക്ക് മേടിക്കാം. ഞാൻ അങ്ങനെ മേടിച്ചിട്ടാണ് വെച്ചത്. പക്ഷെ അധികം സോസ് ഒഴിക്കണം. ചൂടായി വരുമ്പോഴേക്കും ആ സോസിൻ്റെ ഒരു ഇത് കാണൂല അതിൽ. പിന്നെ ഞാൻ ക്യാപ്സിക്കം 3 ടൈപ്പ് എടുത്ത്, നിങ്ങൾക്ക് ഒരെണ്ണം ഉള്ളെങ്കിൽ അത് മതി. ഞാൻ 3 എടുത്ത് ഞാൻ നീളത്തിലാണ് കട്ട് ചെയ്തത്. നിങ്ങൾക്ക് നടുക്കുന്ന് വേണമെങ്കിൽ കട്ട് ചെയ്യാം, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. നൈസായിട്ട് കട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഒരു സബോളയുടെ പകുതി എടുത്ത് അതും കട്ട് ചെയ്ത് ഞാൻ ആദ്യം സബോള വെച്ച് അത് കഴിഞ്ഞ് ക്യാപ്സിക്കം 3 ടൈപ്പും ഞാൻ വെച്ച്. എനിക്ക് ഏറ്റവും കൂടുതൽ ക്യാപ്സിക്കം ആയിരുന്നു മുന്നിൽ നിന്നത്, പക്ഷെ കൊള്ളായിരുന്നു. ചിക്കനും അഡ്ജസ്റ്റ് ചെയ്ത് അതിൽ വെച്ച് ചിക്കൻ കുറച്ചധികം ഞാൻ വെച്ച്. പിന്നെ മൊസറല്ല ചീസും ഇട്ട് ഞാൻ ഓവനിൽ 120 ഡിഗ്രിയിൽ സെൽഷ്യസ് 150 അത്രയെങ്ങാണ്ട് വെച്ച്